What is population? A group of individuals of same species living together in an area that is called a population. So population is a group of individuals of same species that live in a given geographical area, share or compete for similar resources and potentially reproduce. Example, all the cormorants in a wetland, rats in an abundant dwelling, teakwood trees in a forest tract, bacteria in a culture plate, and lotus plants in a pond, etc. These are the examples of population. ഇവിടെയൊക്കെ ഒരേ സ്പീഷീസിൽപ്പെട്ട ഒരു കൂട്ടം ഓർഗാനിസംസ് ഒരു ഏരിയയിൽ ജീവിക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത്. So the study of population in relation with their environment, that is called population ecology. So we can say that the population ecology is an important area of ecology as it links ecology to population genetics and evolution. സോ ഇനി നമ്മൾ ഇവിടുത്തെ കുറച്ച് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സുകളാണ് പറയാൻ പോകുന്നത്. അതായത് പോപ്പുലേഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഈ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. പോപ്പുലേഷന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻഡിവിജ്വൽ ലെവൽ എടുത്താൽ നമുക്ക് അവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്തൊക്കെയാണ് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് എന്ന് നമുക്ക് നോക്കാം. പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ബർത്ത് റൈറ്റ്, death rate, sex ratio, age pyramid, these all are the population attributes. അപ്പോൾ ഈ ആട്രിബ്യൂട്ട്സുകളൊക്കെ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ പറയാൻ പറ്റത്തില്ല. ഇത് പറയണമെങ്കിൽ എന്താവശ്യമാണ്? പോപ്പുലേഷൻ, എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ, അല്ലെ, പോപ്പുലേഷൻ ആവശ്യമാണ്. പോപ്പുലേഷനിൽ മാത്രമാണ് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഏജ് പിരമിഡ്, പോപ്പുലേഷൻ ഡെൻസിറ്റി. വൺ ബൈ വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം ബർത്ത് റേറ്റ്. വാട്ട് ഈസ് ബർത്ത് റേറ്റ്? It refers to per capita birth. Birth rate അല്ലെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് natality. എന്താണ് natality? It refers to per capita birth. One of the example, in a pond there are 20 lotus plants last year and through reproduction 8 new plants are added. Hence the current population 28. Last year 20 lotus plants ഉണ്ടായിരുന്നു. എന്നാൽ throughout reproduction 8 plants കൂടി അവിടെ ആഡ് ചെയ്തെങ്കിൽ അവിടുത്തെ current population എത്രയാണ്? 28 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 8/20 ആണ്. സോ ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ആഡഡ് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ സൈസ് ഓഫ് പോപ്പുലേഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഇൻഡിവിജ്വൽ ആണ് ആഡ് ചെയ്തേക്കുന്നത്? 8 ആണ്. എത്രയാണ് ഇനിഷ്യൽ സൈസ്? 20. So we can say that the birth rate of that particular organisms here 0.4 offsprings per lotus per year. അല്ലേ? ഇതാണ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാറ്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻഡിവിജ്വൽ ലെവൽ വെച്ചുകൊണ്ട് ഒരിക്കലും നാറ്റാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പോപ്പുലേഷൻ, അങ്ങനെ ഒരു പോപ്പുലേഷൻ എടുത്താൽ നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാം? ബർത്ത് റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ദ നെക്സ്റ്റ് വൺ ഈസ് ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി. ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി. വാട്ട് ഈസ് ഡെത്ത് റേറ്റ്? ഇറ്റ് refers to per capita death. എന്താണ് per capita death? One of the example, 4 individuals in a laboratory population of 40 fruit flies died during a week. അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്? അവിടെ എത്രത്തോളം ഇൻഡിവിജ്വൽസ് അതിന്റെ ടോട്ടൽ പോപ്പുലേഷനിൽ നിന്ന് ഡെഡ് ആയിട്ടുണ്ട്, അല്ലേ? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഡെഡ് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ സൈസ് ഓഫ് പോപ്പുലേഷൻ. എത്രയായിരുന്നു നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഡെഡ്? ഹിയർ 4 ആണ്, അല്ലേ? ഇനിഷ്യൽ സൈസ് എത്രയാണ്? 40 ആണ്. സോ വി വിൽ ഗെറ്റ് 0.1 ഇൻഡിവിജ്വൽസ് പെർ ഫ്രൂട്ട് ഫ്ലൈ പെർ വീക്ക്, അല്ലേ? അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി? ഡെത്ത് റേറ്റ് കിട്ടി. ഈ ഡെത്ത് റേറ്റും അതുപോലെ തന്നെ ഈ ബർത്ത് റേറ്റും, നാറ്റാലിറ്റി ആൻഡ് മോർട്ടാലിറ്റി, വി ക്യാൻ എക്സ്പ്ലെയിൻ ഓൺലി ഇൻ ദ കേസ് ഓഫ് പോപ്പുലേഷൻ, അല്ലെ? പോപ്പുലേഷൻ കേസിലാണ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ആണ് ഇത് രണ്ടും. ഒരു ഇൻഡിവിജ്വൽ ലെവൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ബർത്ത് റേറ്റോ അല്ലെങ്കിൽ ഡെത്ത് റേറ്റോ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. The next one is sex ratio. Sex ratio. A population has a sex ratio, male and female. അല്ലെ? ഒരു മെയിൽ ഫീമെയിൽ സെക്സ് റേഷ്യോ എല്ലാ പോപ്പുലേഷനിലും ഉണ്ടാകും. ഒരു ഇൻഡിവിജ്വൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും സെക്സ് റേഷ്യോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സെക്സ് റേഷ്യോ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു പോപ്പുലേഷൻ അത്യാവശ്യമാണ്. എക്സാമ്പിൾ, 60% ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ഫീമെയിൽസ് ആൻഡ് 40% മെയിൽ.
another one of the population attribute that is called age distribution. Age distribution means age composition. അപ്പോൾ ഏജ് കമ്പോസിഷൻ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? It is the structure obtained when the age distribution is plotted for the population. അപ്പോൾ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഒന്ന് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ്. പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് റീപ്രൊഡക്റ്റീവ് ഏജ്, മൂന്നാമത് പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ്. അതിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഏജിലേക്ക് എത്തുകയും പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ്. റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? These are the organisms added number of individual into the population. Then another one is post reproductive. Post reproductive enna these are the old individual. These are the older individuals which is long. These are the older individuals which no longer take part in reproduction. These are the older individuals which no longer take part in reproduction. അപ്പോൾ ആദ്യത്തെ പ്രീ റീപ്രൊഡക്റ്റീവ് റീപ്രൊഡക്റ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പോപ്പുലേഷൻ കൂടാനാണ് സഹായിക്കുന്നത്. എന്നാൽ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു 3 ഏജ് ഡിസ്ട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു പോപ്പുലേഷനെ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ടൈപ്പിലുള്ള ഏജ് പിരമിഡ് കിട്ടുന്നുണ്ട്. വൺ ഈസ് കോൾഡ് ട്രയാങ്കുലർ ഏജ് പിരമിഡ്. Another one is called bell-shaped age pyramid. Another one is called urn-shaped age pyramid. അപ്പോൾ ഏതൊരു ഏജ് പിരമിഡ് എടുത്താലും അതിന്റെ ബേസ് ഓക്യുപ്പൈ ചെയ്യുന്നത് പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ളവരും അതുപോലെ തന്നെ ടോപ്പ് ഓക്യുപ്പൈ ചെയ്യുന്നത് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജിലുള്ളവരായിരിക്കും. ആദ്യം പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ളവർ, പിന്നീട് റീപ്രൊഡക്റ്റീവ് ഏജിലുള്ളവർ, പിന്നീട് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജിലുള്ളവരാണ്. ഇത് ട്രയാങ്കുലർ ഏജ് പിരമിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ട്രയാങ്കുലർ ഏജ് പിരമിഡ് എപ്പോഴും എക്സ്പാൻഡിങ് ഏജ് പിരമിഡ് ആയിരിക്കും. അതായത് ആ ഒരു പിരമിഡ് എപ്പോഴും പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യിക്കാനായിട്ടാണ് സഹായിക്കുന്നത്. ആ ഒരു ഏജ് പിരമിഡിലെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽസ് കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മളത് ആ ഒരു ഡയഗ്രാം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കുക, പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏജിലെ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആളുകളേക്കാൾ കൂടുതലാണ്. അതായത് എക്സ്പാൻഡിങ് ആണ്, ഗ്രോയിങ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരു ഏജിലുള്ള ആളുകളാണ് ദീസ് ആർ ദ യങ്ങർ ഇൻഡിവിജ്വൽ അല്ലെ. ദീസ് ആർ ദ യങ്ങർ ഇൻഡിവിജ്വൽ. They are entering to the reproductive age after some times, which will helps to increase the population. അപ്പോൾ ഈ ആളുകളാണ് ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നത്, റീപ്രൊഡക്റ്റീവ് ഏജിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആളുകൾ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആളുകളേക്കാൾ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും അല്ലെ. കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും. സോ ദാറ്റ് ഈസ് ദ എക്സ്പാൻഡിങ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, അല്ലെങ്കിൽ ട്രയാങ്കുലർ ഏജ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി അടുത്ത ആളാരാണ്? റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആളുകൾ പിന്നീട് അത് ഓൾഡ് ഏജിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് റീപ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആകുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് പോപ്പുലേഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പൊ തുടക്കത്തിൽ ആ ഒരു പോപ്പുലേഷൻ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു ട്രയാങ്കുലർ ഏജ് പിരമിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ദ പോപ്പുലേഷൻ ഹാസ് വെരി ഹൈ പ്രൊപ്പോർഷൻ ഓഫ് പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽ അല്ലെ. ഈ ഒരു പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വലില് ഹൈ പ്രൊപ്പോർഷണലായിട്ട് തന്നെ എന്ത് കാണപ്പെടുന്നുണ്ട്? പോപ്പുലേഷൻ കാണപ്പെടുന്നുണ്ട്. എന്നാൽ റീപ്രൊഡക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു കേസിൽ ഒരു മോഡറേറ്റ് പ്രൊപ്പോർഷനും പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്ന ആ ഒരു കേസ് എടുക്കുമ്പോഴത്തേക്കും അവിടെ ഫീവർ ആയിട്ടായിരിക്കും അവിടുത്തെ പോപ്പുലേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ, വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെ രൂപപ്പെടുന്ന ഒരു ഏജ് പിരമിഡാണ് ട്രയാങ്കുലർ ഏജ് പിരമിഡ് എന്ന് പറയുന്നത്. അതിനുള്ള കാരണം എന്താണ്? ഈ ഒരു പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആളുകൾ, അതാണ് യങ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് അല്ലെ. ഈ യങ് ഇൻഡിവിജ്വൽസ് കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ അവർ ഏത് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്? റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുകയും പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ ആ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ ഒരു ഏജ് പിരമിഡ് ഒരു ഗ്രോയിങ് ഏജ് പിരമിഡ് ആണ്, അല്ലെങ്കിൽ ഒരു എക്സ്പാൻഡിങ് ഏജ് പിരമിഡ് ആണ് അല്ലെ. ഇനി സെക്കൻഡ് കേസ് എടുക്കാം, ബെൽ ഷേപ്ഡ് ഏജ് പിരമിഡ് അല്ലെങ്കിൽ സ്റ്റേബിൾ ഏജ് പിരമിഡ്. ഈ സ്റ്റേബിൾ ഏജ് പിരമിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസും അതുപോലെ തന്നെ ഏതാണ് റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസും അത് തമ്മിൽ വളരെ ചെറിയൊരു മാർജിനൽ ഡിഫറൻസ് മാത്രമേ അവിടെയുള്ളൂ അല്ലെ. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ഫീവർ എന്ന് പറയാൻ പറ്റുന്ന ചെറിയൊരു മാർജിനൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്നാൽ ലാസ്റ്റ് കേസായ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജിലെ ആളുകൾ എങ്ങനെയാണ്? വളരെ കുറവാണ് അല്ലെ. അപ്പോ ഇതിലും എന്താണ് ആ ഒരു പോപ്പുലേഷൻ സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു മാർജിനൽ ഡിഫറൻസ് മാത്രമേ ഉള്ളെങ്കിൽ കൂടെയും ആ ഒരു പോപ്പുലേഷൻ
ഡെൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഏജ് പിരമിഡ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട്. So the next one, ant-shaped age pyramid, or we can representing the declining population. ഈ ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏജ് പിരമിഡിന്റെ ബേസ് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഭാഗം റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനെയാണ്? പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഇൻഡിവിജ്വൽസുകളെയാണ് അല്ലെ. പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വലുകളാണ് അതിന്റെ ബേസിലുള്ള ആ ഒരു ബെല്ലി ഭാഗം റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ലാർജ് ബെല്ലി ഭാഗം റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനെയാണ്? ഇത് റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഇൻഡിവിജ്വൽസിനെയാണ്. സോ ഇവിടുത്തെ ഈ സ്മോൾ സൈസിലെ ടിപ്പ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഇൻഡിവിജ്വൽസുകളെയാണ്. അപ്പൊ ഇവിടുത്തെ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഇൻഡിവിജ്വൽസുകളാണ് ബെല്ലി ഭാഗം റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഒരു ഭാഗം വളരെ കുറഞ്ഞ പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ, വളരെ കുറഞ്ഞ ഇൻഡിവിജ്വൽസേ ഉള്ളൂ. എന്നാൽ റീപ്രൊഡക്റ്റീവ് ഏജിൽ എങ്ങനെയാണ്? ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. എന്നാൽ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ വീണ്ടും കുറയുന്നുണ്ട്. കാരണം പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? These are older individuals which no longer take part in reproduction. That is called post reproductive individual. അപ്പോൾ ഈ ഒരു കേസ് എടുക്കുമ്പോഴത്തേക്കും അവിടുത്തെ ആ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, അതായത് ഡിക്ലൈൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു പോപ്പുലേഷൻ കുറയുകയാണ് ചെയ്യപ്പെടുന്നത്. അൺഷേപ്ഡ് ഏജ് പിരമിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിക്ലൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കുറയ്ക്കുന്നു. എന്നാൽ സ്റ്റേബിളും അതുപോലെ തന്നെ എക്സ്പാൻഡിങ്ങും അല്ലെങ്കിൽ ട്രയാങ്കുലർ ബെൽ ഷേപ്ഡ് ഏജ് പിരമിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോപ്പുലേഷൻ എങ്ങനെയാണ്? കൂടുകയാണ് ചെയ്യുന്നത്. These are the three type of age pyramid. Is it clear? അപ്പോൾ പോസ്റ്റ് റീപ്രൊഡക്റ്റീവും റീപ്രൊഡക്റ്റീവും പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതനുസരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ 3 ടൈപ്പ് ഏജ് പിരമിഡ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ട്രയാങ്കുലർ ഏജ് പിരമിഡ്, അതൊരു എക്സ്പാൻഡിംഗ് ഏജ് പിരമിഡ് ആണ്. ബെൽ ഷേപ്ഡ് ഏജ് പിരമിഡ്, അതൊരു സ്റ്റേബിൾ ഏജ് പിരമിഡ് ആണ്. ആൺ ഷേപ്ഡ് ഏജ് പിരമിഡ്, ദാറ്റ് ഈസ് ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുന്ന ഒരു ഏജ് പിരമിഡ് ആണ്. Is it clear? Another one of the population attributes, that is population size or population density. What do you mean by population density? It is the number of individual of a species per unit area or volume. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്രത്തോളം ഓർഗാനിസം അല്ലെങ്കിൽ എത്ര നമ്പർ ഇൻഡിവിജ്വൽ ആ ഒരു സ്പീഷീസ് അവിടെ ഉണ്ടോ അത് ഡിവൈഡഡ് ബൈ ആ പർട്ടിക്കുലർ ഏരിയയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? പോപ്പുലേഷൻ ഡെൻസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി? ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ പ്രസന്റ് പെർ യൂണിറ്റ് ഏരിയ അറ്റ് എ ഗിവൻ ടൈം, ദാറ്റ് ഈസ് കോൾഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഒരു ചെറിയൊരു പോപ്പുലേഷൻ ആണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടെത്തുന്ന വിധമാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഒരു ഹ്യൂജ് പോപ്പുലേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ സാധാരണ രീതിയിലുള്ള ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റത്തില്ല? പോപ്പുലേഷൻ സൈസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കേസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? റിലേറ്റീവ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്, വിത്തൗട്ട് നോയിങ് അബ്സല്യൂട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി. So the total number is a difficult measure for a huge population. In such cases, relative population density is used. Example, the number of fish caught per trap indicate its total population density in the lake. ഇങ്ങനെയാണ് ഒരു ഹ്യൂജ് പോപ്പുലേഷന്റെ കേസിൽ നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. In some cases, indirect estimation of population size is performed. Example, tiger census in national parks and tiger reserves based on pug marks and fecal pellet. ഇപ്പോൾ പഗ് മാർക്സിന്റെയും ഫീക്കൽ പെല്ലറ്റിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും എവിടെ ടൈഗറിന്റെ ആ ഒരു സെൻസസ് എടുക്കുന്നത് അല്ലെങ്കിൽ ആ ടൈഗറിന്റെ പോപ്പുലേഷൻ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഒരു മെത്തേഡിലൂടെ ആയിരിക്കും. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ചാണ്. എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത്? ദ പോപ്പുലേഷൻ സൈസ് ചേഞ്ചസ് ഡിപെൻഡിങ് ഓൺ ഫാക്ടേഴ്സ് ലൈക്ക് ഫുഡ് അവൈലബിലിറ്റി, പ്രിഡേഷൻ, പ്രഷർ ആൻഡ് വെദർ. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ സ്പീഷീസിന്റെ പോപ്പുലേഷൻ എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിനുള്ള കാരണങ്ങൾ അവിടുത്തെ ഫുഡ് അവൈലബിലിറ്റിയും അതുപോലെ തന്നെ പ്രിഡേഷൻ, പ്രഷറും അതുപോലെ തന്നെ വെദർ ഒക്കെ അതിനൊരു കാരണമാണ്. ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റി ഗീവ് സം ഐഡിയ അബൌട്ട് ദ പോപ്പുലേഷൻ വെദർ ഇറ്റ് ഈസ് ഫ്ലറിഷിംഗ് ഓർ ഡിക്ലൈനിങ്. സോ ആ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റിയിലുള്ള ചേഞ്ചസ് നമുക്ക് ആ ഒരു പോപ്പുലേഷനെ കുറിച്ചുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ തന്നെ തരുന്നുണ്ട്. അത് അവിടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഫ്ലറിഷിംഗ് ചെയ്യപ്പെടുന്നുണ്ടോ, അതായത് പോപ്പുലേഷൻ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ആ ഒരു ചേഞ്ചസിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. The population density in a given habitat during given time fluctuate for basic processes. അതായത് ആ ഒരു കാലയളവിൽ
ആ ഒരു ആവാസ വ്യവസ്ഥയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ സ്വാധീനിക്കുന്ന 4 പ്രധാനപ്പെട്ട പ്രക്രിയകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. One is called natality, another one is mortality, then immigration, emigration. These are the 4 important process. ഏതൊക്കെയാണ്? നാറ്റാലിറ്റി അല്ലെങ്കിൽ നമുക്ക് ബർത്ത് റേറ്റ് എന്ന് പറയാം, മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഡെത്ത് റേറ്റ്, then ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. ഈ 4 പ്രധാനപ്പെട്ട പ്രക്രിയകൾ ആ ഒരു ആവാസ വ്യവസ്ഥയിലെ ജനസാന്ദ്രതയെ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ സ്വാധീനിക്കുന്ന പ്രക്രിയകളാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് നാറ്റാലിറ്റി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബർത്ത് ഇൻ എ പോപ്പുലേഷൻ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ആ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നാറ്റാലിറ്റി അല്ലെങ്കിൽ ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്രത്തോളം ഇൻഡിവിജ്വൽസ് അവിടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം ഓർഗാനിസം അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബർത്ത് ഇൻ എ പോപ്പുലേഷൻ ഡ്യൂറിങ് ഗിവൺ പീരീഡ് ഓഫ് ടൈം. ദാറ്റ് ഈസ് കോൾഡ് നാറ്റാലിറ്റി. Then another one of the process that fluctuates the population density, mortality or death rate. It is the number of death in a population during given period of time. ഒരു പർട്ടിക്കുലർ പീരീഡിൽ എത്രത്തോളം ഡെത്ത് നടന്നിട്ടുണ്ട് അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. Another one is called immigration. Immigration we are represented by the letter I. What is immigration? It is the number of individuals of the same species that have come into the habitat from elsewhere during a given ടൈം പീരീഡ്. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുടിയേറ്റം എന്നാണ്. സെയിം സ്പീഷീസിൽപ്പെട്ട ഇൻഡിവിജ്വൽസ് അതിന്റെ ഒരു ഹാബിറ്റാറ്റിൽ നിന്ന് വേറൊരു ഹാബിറ്റാറ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അതേ സ്പീഷീസിൽപ്പെട്ട വേറൊരു ഓർഗാനിസത്തിന്റെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റത്തിലേക്ക് എത്തുകയാണെങ്കിൽ we can call what? Immigration. The next one is emigration, which is represented by the letter E. What is emigration? It is the number of individuals of the population who left the habitat and gone elsewhere during a given time period. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ആ ഒരു ഹാബിറ്റാറ്റിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു ഹാബിറ്റാറ്റിലേക്ക് പോകുന്ന ആ ഒരു ഓർഗാനിസം, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എമിഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ പോപ്പുലേഷൻ ഹൂ ലെഫ്റ്റ് ദ ഹാബിറ്റാറ്റ്, അതായത് കുടിയിറക്കം എന്ന് നമ്മൾ പറയും. അപ്പോൾ ആദ്യം പറഞ്ഞത് കുടിയേറ്റം, ഇമിഗ്രേഷൻ. അനദർ വൺ എമിഗ്രേഷൻ. അപ്പൊ എമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ആളുകൾ എന്ത് ചെയ്തു? ലെഫ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ പോപ്പുലേഷൻ എന്ത് കുറയുകയാണ് ചെയ്തത്. ദാറ്റ് ഈസ് കോൾഡ് എമിഗ്രേഷൻ. ഇനി എമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പോപ്പുലേഷനിലേക്ക് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ആഡ് ചെയ്യുന്നത് വരെ അവിടെ പോപ്പുലേഷൻ കൂടുകയാണ് ചെയ്തത്. ദാറ്റ് ഈസ് കോൾഡ് ഇമിഗ്രേഷൻ. ഇനി നാറ്റാലിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും എന്തിനു സഹായിക്കുന്നു? പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുന്നതിന് കാരണമാകുന്നു. അടുത്തത് മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഡെത്ത് റേറ്റ്. ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പോപ്പുലേഷനിലെ നമ്പർ ഓഫ് ഓർഗാനിസം ഡെഡ് ആകുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെയും പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്ലൈൻ ചെയ്യുന്നു. അപ്പൊ ഈ പറഞ്ഞ 4 പ്രോസസ്സുകളിൽ 2 പ്രോസസ്സുകൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടാനും മറ്റുള്ള 2 പ്രോസസ്സുകൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയാനും കാരണമാകുന്നു. അപ്പൊ ഏതൊക്കെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടാൻ കാരണമാകുന്നത്? നാറ്റാലിറ്റിയും ഇമിഗ്രേഷനും പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടാൻ സഹായിക്കുന്നു. കാരണം എന്താണ്? അവിടെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ആ ഒരു പോപ്പുലേഷനിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ മോർട്ടാലിറ്റിയും എമിഗ്രേഷനും അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയാൻ കാരണമാകുന്നു. അവിടെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ കുറയുകയാണ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ നാറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ ഇൻക്രീസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ ഡിക്രീസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി. എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുകയുണ്ടായി? ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ പ്രസന്റ് പെർ യൂണിറ്റ് ഏരിയ അറ്റ് എ ഗിവൺ ടൈം, ദാറ്റ് ഈസ് കോൾഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ കൺസിഡർ ദ n ഈസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം t. അല്ലെ, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി n ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഡെൻസിറ്റി അറ്റ് ടൈം t+1 ഈസ് ഈക്വൽ nt പ്ലസ് b പ്ലസ് i മൈനസ് d പ്ലസ് e. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. സോ nt എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം. ദെൻ b മീൻസ് ബർത്ത് റേറ്റ്, i മീൻസ് ഇമിഗ്രേഷൻ, d മീൻസ് ഡെത്ത് റേറ്റ്, E means emigration. അല്ലെ, ഇതായിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു equation. From the equation can be observed b plus I is more than d plus E. So the population density increases if b plus I is more than d plus E, otherwise it will decrease. അപ്പോൾ ഇതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടെത്തുന്ന മെത്തേഡ്. ഇവിടെ നോക്കുക, പോപ്പുലേഷൻ ഡെൻസിറ്റി അവിടെ നാറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ ഇത് 4 ആ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റിയെ സ്വാധീനിക്കുന്ന
പ്രവർത്തനങ്ങളാണ് ഏതൊക്കെ? ഈ പറഞ്ഞ 4 അതിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടണമെങ്കിൽ നാറ്റാലിറ്റിയും ഇമിഗ്രേഷനും അവിടെ ഉണ്ട്. അതായത് പോപ്പുലേഷനിലേക്ക് ഇൻഡിവിജ്വൽ ആഡ് ചെയ്യപ്പെടണം അല്ലെ, അതാണ് ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ബർത്ത് കൂടണം, അതാണ് നാറ്റാലിറ്റി. അത് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടാൻ സഹായിക്കുന്നു. എന്നാൽ ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് ഓർഗാനിസം ഡെഡ് ആവുകയോ അല്ലെങ്കിൽ ആ പോപ്പുലേഷനിൽ നിന്ന് ഓർഗാനിസം ലെഫ്റ്റ് ആവുകയോ ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും? പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയുകയും ചെയ്യും. അതാണ് ഇവിടെ മൈനസ് കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്നൊന്നുകിൽ ഡെഡ് ആകുന്നു അല്ലെങ്കിൽ അത് ലെഫ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഇതെങ്ങനെയാണ്? ഈ 2 പ്രോസസ്സും പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുന്നതിന് കാരണമാണ്. കാരണം ഇതും എന്താണ്? ഈ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റിയിലേക്ക് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ പ്രോസസ്സുകളാണ് ഇവിടെ ആ ഒരു ആവാസ വ്യവസ്ഥയിലെ നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? നാറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ. Is it clear? So next we are discussing about the population growth forms or population growth model. What is population growth model or population growth forms? So the graphic pattern obtained when a population growth is plotted against a time, that is called a population growth model, or we can say that population growth form. There are 2 types of growth form. One is called exponential growth form, another one is called logistic growth form. Exponential growth, another name is called geometrical growth. Here the resources, that is food or spaces, are unlimited. We will get what type of growth? Exponential growth. If resources are unlimited, each species shows its full innate potential to grow in number, then the population grows in an exponential or geometric fashion. So ആ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നമ്മളിവിടെ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയുള്ള കർവായിരിക്കും നമുക്ക് ലഭിക്കുന്നത്? ഒരു ജെ ഷേപ്ഡ് കർവായിരിക്കും നമുക്ക് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ കേസിൽ കിട്ടുന്നത്. കാരണം എന്താണ്? അവിടെ സോഴ്സസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ പോപ്പുലേഷൻ സൈസിനെ നമ്മൾ n ആയിട്ടും അതുപോലെ തന്നെ ബർത്ത് റൈറ്റിനെ b ആയിട്ടും ഡെത്ത് റൈറ്റിനെ d ആയിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ then the increase or decrease in population size during a unit time period t, that is dn by dt, will be എങ്ങനെയായിരിക്കും? b minus d into n. b എന്ന് പറയുന്ന ബർത്ത് റേറ്റ്, d എന്ന് പറയുന്നത് എന്താണ്? ഡെത്ത് റേറ്റ്. ആ b minus d എന്ന് പറയുന്നത് that is equal to r. r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ intrinsic rate of natural increase, that is called r. It is a measure of inherent potential of population to grow, that is r. So b minus d equal r, then the equation become dn by dt equal rn. ഇവിടെ ഏത് തരത്തിലുള്ള ഗ്രോത്ത് ഫോം ആണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്? ഒരു ജെ ഷേപ്ഡ് കർവ് ആണ് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിനുള്ള കാരണം സോഴ്സസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് അല്ലേ? അപ്പൊ അൺലിമിറ്റഡ് ആയതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ഗ്രാഫ് ഫോം ചെയ്തിരിക്കുന്നത്. So the r, or intrinsic rate of natural increase, is an increasing parameter for assessing impacts of any biotic or abiotic factor on population growth. ഈ തന്നിരിക്കുന്ന r വാല്യൂ എന്ന് പറയുന്ന ഓരോ ഓർഗാനിസത്തിന്റെയാണ്. നോർവേ റൈറ്റിന്റെ r വാല്യൂ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്ന് പറയുന്നത് 0.015 ആണ്. ഫ്ലോർ ബീറ്റിലിന്റെ 0.12. ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ 1981 ഒരു ഇൻട്രിൻസിക് വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ്? 0.0205 എന്ന് പറയുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്നത് ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് കർവാണ്. അതിൽ ഈ കാണിച്ചിരിക്കുന്ന റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇത് നമ്മളിപ്പോൾ പഠിച്ച എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. സോഴ്സസ് അൺലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ആ ഓർഗാനിസം അങ്ങനെ ഗ്രോ ചെയ്തു പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? dn by dt equal rn. r is the intrinsic rate of natural increase. In this equation, d is the rate of change, n is the number of existing individual, and t is the time. ഇപ്പോൾ നമുക്ക് അവിടെ ഏത് തരത്തിലുള്ള ഒരു കർവ് കിട്ടി? ജെ ഷേപ്ഡ് കർവ് ലഭിച്ചു. ദാറ്റ് ഈസ് കോൾഡ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇതിന്റെ ഒരു ഇന്റഗ്രൽ ഫോംസ് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ? ദ ഇന്റഗ്രൽ ഫോം ഓഫ് ദ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ ഈസ് nt equal n0 e raised to rt. Here the nt is the population density after time t, n0 is the population density at time 0, r is the intrinsic rate of natural increase, e is the base of natural logarithm. The value is 2.71828. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഇന്റഗ്രൽ ഫോം എന്ന് പറയുന്നത്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആ ഇക്വേഷന്റെ ഇന്റഗ്രൽ ഫോം ആണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ടൈപ്പ് മോഡലാണ് ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ. There is no population in nature having unlimited resources for exponential growth. This lead to competition among individual for limited sources. അതായത് if the sources are limited, unlimitedന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത്
ലിമിറ്റഡ് റിസോഴ്സുകളാണെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സുകളിൽ ആ ഓർഗാനിസം അത് ഫുൾഫിൽ ചെയ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ഫോം ചെയ്യപ്പെടുന്ന ഒരു ഗ്രോത്ത് ഫോമാണ് എന്ത് ലോജിസ്റ്റിക് ഗ്രോത്ത് ഫോം എന്ന് പറയുന്നത്. ഇവൻച്വലി ദ ഫിറ്റസ്റ്റ് ഇൻഡിവിജ്വൽ സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് അല്ലെ. അപ്പോൾ ആ ലിമിറ്റഡ് റിസോഴ്സ് വരുമ്പോൾ ഒരുപാട് ഓർഗാനിസം തമ്മിൽ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാകും. ആ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നതിൽ ദ ഫിറ്റസ്റ്റ് വൺ വിൽ സർവൈവ്, അൺഫിറ്റ് വൺ ഈസ് വാനിഷ് ഫ്രം ദ എർത്ത്. സോ അപ്പോൾ ഈ ഒരു കേസിൽ എടുക്കുമ്പോൾ അവിടുത്തെ ഓർഗാനിസത്തിന് ലിമിറ്റഡ് റിസോഴ്സുകളാണെന്നുണ്ടെങ്കിൽ ആ ലിമിറ്റഡ് റിസോഴ്സസിൽ അത് അതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോജിസ്റ്റിക് ഗ്രോത്ത് എടുക്കുമ്പോൾ അവിടെ നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഫേസുകൾ കാണാൻ പറ്റുന്നുണ്ട്. വൺ ഈസ് കോൾഡ് ലാഗ് ഫേസ്. ലാഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ആ ഒരു ഗ്രോത്ത് സ്ലോ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഫേസസ് ഓഫ് ആക്സിലറേഷൻ. പിന്നീട് ഒരു സഡൻ ഇൻക്രീസ് അവിടെ കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ആക്സിലറേഷൻ ഫേസ്. ദെൻ ഫൈനലി ഡിസലറേഷൻ ഫേസ്. ഡിസലറേഷൻ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറുന്നുണ്ട്, കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നുണ്ട്. ഡിസലറേഷൻ ആൻഡ് ഫൈനലി അസിംപ്റ്റേറ്റ് എന്ന് പറയും. അസിംപ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് കോൾഡ് വാർഹോസ് ഫോർ ലോജിസ്റ്റിക് ഗ്രോത്ത്. അപ്പോൾ ഈ ഒരു എസ് ഷേപ്പിലുള്ള ഗ്രോത്ത്, എസ് ഷേപ്പ് അല്ലേ, ഇതില് ലാഗ് ഫേസ് ഉണ്ട്, ആക്സിലറേഷൻ ഫേസ് ഉണ്ട്, ഡിസലറേഷൻ ഫേസ് ഉണ്ട്. ഈ 3 ഫേസുകളും ചേർന്ന് വരുന്നതാണ് ഏത് വാർഹോസ് ഫോർ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എസ് ഷേപ്ഡ് ഗ്രോത്ത് കർവ് എന്ന് പറയാം, ഓർ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറയാം. സോ ദ ലോജിസ്റ്റിക് ഗ്രോത്ത് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ: dn/dt = Rn into k minus n divided by k. ഇവിടെ dn/dt എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ടൈം ആണ്. ഇതെന്താണ്, ചേഞ്ച് ഇൻ നമ്പർ ആണ്. ചേഞ്ച് ഇൻ നമ്പറും ചേഞ്ച് ഇൻ ടൈമും ആണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ Rn. R is the intrinsic rate of natural increase, n is the population density at time t, then k is the carrying capacity അല്ലെ. അപ്പോൾ ആ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി, ആ ഒരു ഓർഗാനിസം അതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്തത് കൊണ്ടാണ് അത് ഏത് കണ്ടീഷനിലേക്ക് പോയത്, ആ ഒരു കോൺസ്റ്റന്റ് കണ്ടീഷനിലേക്ക് പോയിരിക്കുന്നത്. So we can say that for most animal population, resources for growths are limited. So the logistic growth model is more realistic. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ആദ്യം തന്നിരിക്കുന്നത് ഏതാണ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്തും രണ്ടാമത് തന്നിരിക്കുന്നത് ഏതാണ്, ലോജിസ്റ്റിക് ഗ്രോത്തുമാണ്. കെ എന്ന് പറയുന്നത് എന്താണ്, ക്യാരിയിങ് കപ്പാസിറ്റി ആണ്. അപ്പോൾ ലോജിസ്റ്റിക് ഗ്രോത്തിന്റെ ഇക്വേഷൻ എന്താണ്, dn/dt = Rn. ഇന്റഗ്രൽ ഫോം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Then another one is called which growth, ലോജിസ്റ്റിക് ഗ്രോത്ത് അല്ലെങ്കിൽ വാർഹോസ് ഫോർ ലോജിസ്റ്റിക് ഗ്രോത്ത്. അതിന്റെ ഇക്വേഷൻ എന്താണ്, dn/dt = Rn into k minus n divided by k. അപ്പോൾ ഈ 2 ഇക്വേഷനും ഈ ഗ്രാഫും ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ, the life history variation. Population evolved to maximize their reproductive fitness or Darwinian fitness. Under a particular set of selection pressure, organism evolved towards the most efficient reproductive strategy. Some organism breed only once in their lifetime, while others breed many times. ചില ഓർഗാനിസം അതിന്റെ ലൈഫ് ടൈമിൽ ഒരു തവണ മാത്രം ബ്രീഡ് ചെയ്യുന്നതുണ്ടാകും, ചിലത് ഒരുപാട് തവണ ബ്രീഡ് ചെയ്യുന്നതുണ്ടാകും. ഒരു തവണ മാത്രം ബ്രീഡ് ചെയ്യുന്ന ആനിമൽസിന് എക്സാമ്പിൾ ആണ് പസഫിക് സാൽമൺ ഫിഷ്, അതുപോലെ തന്നെ ബാംബു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വർഷത്തിൽ ഒരുപാട് തവണ ബ്രീഡ് ചെയ്യുന്ന ഓർഗാനിസംസും ഉണ്ട്, ബേർഡ്സും മാമൽസും. അതുപോലെ തന്നെ ചില ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെറിയ ഓഫ്സ്പ്രിങ്സുകളെ ആയിരിക്കും, ചിലത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വലിയ സൈസുള്ള ഓഫ്സ്പ്രിങ്സുകളെ ആയിരിക്കും. These facts indicate that the life history trait of organism have evolved due to limited abiotic and antibiotic component of the habitat. So the next one is population interaction. എന്താണ് interaction എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, organism interact in various ways to form a biological community. നമ്മൾ നേരത്തെ കമ്മ്യൂണിറ്റി എന്താണെന്നൊക്കെ പഠിച്ചതാണ്. Here the interaction between two species is called interspecific interaction. അല്ലെ, 2 സ്പീഷീസുകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു. അത് എങ്ങനെയൊക്കെയുള്ള ഇന്ററാക്ഷൻ ആണെന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. It include mutualism, competition, predation, parasitism, Amensalism, Amensalism. These are the different type of ecological interaction. ഇക്കോസിസ്റ്റത്തിൽ ഓർഗാനിസം ഇന്ററാക്ട് ചെയ്യുന്ന പല മെത്തേഡുകളാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്. മ്യൂച്വലിസം, കോമ്പറ്റീഷൻ, പ്രിഡേഷൻ, പാരസൈറ്റിസം, കമൻസാലിസം, അമൻസാലിസം. അപ്പോൾ ഈ ഒരു ഇന്ററാക്ഷൻ പഠിക്കാനായിട്ട് ഒരു സിമ്പിൾ ടെക്നിക്സ് ഉണ്ട്. ആദ്യം അവിടെ നമ്മൾ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കണം. ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരം 2 ഓർഗാനിസംസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ ഓർഗാനിസത്തിന് ബെനിഫിഷ്യൽ ആകാം, അല്ലെങ്കിൽ ഓർഗാനിസത്തിന് ഹാം ആകാം, അല്ലെങ്കിൽ ഓർഗാനിസത്തിന്
അവിടെ ഗുണവും ദോഷവും വരാത്ത രീതിയിലുള്ളതാകാം. എപ്പോഴും ബെനഫിഷ്യൽ ആണെങ്കിൽ നമ്മൾ പ്ലസ് സൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും, ഹാർംഫുൾ ആണെങ്കിൽ മൈനസ് സൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് സച്ച് കേസസ് വി ആർ യൂസിംഗ് ദ സീറോ. ആ ഒരു 3 സിംബലുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇന്ററാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ബെനഫിഷ്യൽ ആണെങ്കിൽ പ്ലസ് സൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും, ഹാം ആണെങ്കിൽ മൈനസ് സൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അവിടെ എന്താണ് നോട്ട് അഫക്റ്റഡ് അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ അതെന്താണ് സീറോ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ പറഞ്ഞു. മ്യൂച്വലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 2 സ്പീഷീസുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു, 2 പേർക്കും ബെനഫിറ്റ് മാത്രമാണ്. സോ വി ക്യാൻ ഇൻഡിക്കേറ്റ് പ്ലസ് പ്ലസ്. ഇപ്പൊ സ്പീഷീസ് എയും ബിയും ഇവിടെയുണ്ട്. എക്കും ബിക്കും എന്താണ് ബെനിഫിറ്റഡ് ആണ് അല്ലെ, 2 പേർക്കും ബെനിഫിഷ്യൽ ആണെങ്കിൽ അതിനെ നമ്മൾ മ്യൂച്വലിസം അല്ലെങ്കിൽ സിംബയോസിസ് എന്ന് പറയുന്നു. എക്സാമ്പിളുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലൈക്കൻസ് ആർ ദ സിംബയോട്ടിക് അസോസിയേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗൈ. Is it clear? Then another one is competition. Here 2 species are interacting together. Here both of the species are harmed. അപ്പോൾ നമ്മൾ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്തു? മൈനസ് മൈനസ് അല്ലെ. അപ്പോൾ അതെന്താണ് കോമ്പറ്റീഷൻ ആണ്. നെക്സ്റ്റ് വൺ പ്രിഡേഷൻ. Predation means one is benefited, other is harmed. അല്ലെ, ഇവിടെ predator എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിന് ബെനിഫിറ്റ് ആണ്, കാരണം അതിന് prey കൺസ്യൂം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. So they are benefited and other is harmed. Here the prey is harmed. So we can write plus minus. So we can say that the predation is the another type of the interaction. The next one is the parasitism. Parasitism എന്ന് പറയുമ്പോൾ here one is benefited. ആരാണ് parasite benefited, other is harmed. So that is parasitism. The next one is commensalism. Commensalism എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ one is benefited, other is unaffected. The next one amensalism. Amensalism എന്ന് പറഞ്ഞാൽ one is harmed and other is unaffected. അപ്പോൾ അവിടെ ഒരാൾക്ക് ഹാമായി എന്നാൽ മറ്റൊരാൾ എന്താണ് അൺഅഫക്റ്റഡ് ആവുന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കേസിൽ -0 കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഈ ഒരു സിമ്പൽ തന്നിട്ട് നിങ്ങളോട് ഈ ഇന്ററാക്ഷനുകൾ എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇന്ററാക്ഷനുകൾ തന്നിട്ട് അതിന്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. ഈ ഒരു ടേബിള് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിന്റെ എക്സാമ്പിളുകളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം പ്രിഡേഷൻ പഠിക്കാം അല്ലെ. ഇൻ എ ബ്രോഡ് ഇക്കോളജിക്കൽ കണ്ടെക്സ്റ്റ് ഓൾ കാർണിവോറസ്, ഹെർബിവോറസ് എക്സെട്ര ആർ പ്രിഡേറ്റേഴ്സ് അല്ലെ. നമ്മൾ കാർണിവോറസും ഹെർബിവോറസ് ഒക്കെ എന്താണ് പ്രിഡേറ്റേഴ്സ് ആണ്. എബൌട്ട് 25% ഇൻസെക്ട് ആർ ഫൈറ്റോഫാഗസ്. എന്താണ് ഫൈറ്റോഫാഗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽസ് ആപ്പോ അല്ലെങ്കിൽ പ്ലാന്റിലെ മറ്റുള്ള പാർട്ടുകളോ കൺസ്യൂം ചെയ്യുന്ന ഓർഗാനിസത്തെ വിളിക്കുന്ന പേരാണ് എന്ത് ഫൈറ്റോഫാഗസ് എന്ന് വിളിക്കുന്നത്. The organism which consume plant sap or other parts of plant, that is called a phytophagous. അപ്പോൾ അതൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? predator കാറ്റഗറിയിൽ വരുന്നതാണ്. If a predator over exploits its prey, then the prey may become extinct അല്ലെ. predator കൂടുതലായിട്ട് preyനെ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ആ ഒരു prey population കുറയാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റിന്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ prey population കുറഞ്ഞിട്ടുണ്ടെങ്കിൽ what will happen? It will result in the extinction of the predator. predatorന്റെ എക്സ്റ്റിൻഷന് കാരണമാകും. Therefore we can say that predator in nature are prudent. prudent എന്ന് പറഞ്ഞാൽ കരുതലോട് കൂടിയായിരിക്കും അവിടെ predator അവരുടെ preyനെ കൺസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ഇക്കോസിസ്റ്റത്തിലെ പ്രിഡേറ്റേഴ്സ് വളരെ കരുതലോട് കൂടിയായിരിക്കും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രിഡേറ്റേഴ്സ് ഇൻ നേച്ചർ ആർ പ്രൂഡന്റ്. ഓക്കെ, ഇനി പ്രിഡേറ്റേഴ്സിന്റെ കേസ് എടുക്കുമ്പോൾ അവരുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രിഡേറ്റേഴ്സ് കൺട്രോൾ പ്രേ പോപ്പുലേഷൻ. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. When a certain exotic species are introduced into geographical area, they spread fast due to the absence of its natural predators in the invaded land. നമ്മളൊരു പുതിയ സ്പീഷീസിനെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ആ ഒരു ഏരിയയിൽ. അങ്ങനെയുള്ള ആ ഒരു ഏരിയയിൽ ആ ഓർഗാനിസം പെട്ടെന്ന് ഗ്രോ ചെയ്യപ്പെടും. അതിനുള്ള കാരണം എന്താണ്? അവിടെ ഒരു നാച്ചുറൽ പ്രിഡേറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ഒരു പുതിയ ഏരിയയിൽ ആ ഓർഗാനിസം ഗ്രോ ചെയ്യപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ, ദ പ്രിക്ലി പിയർ കാക്ടസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ആസ്ട്രേലിയ കോസ്ഡ് ഹാവോക് ബൈ സ്പ്രെഡിംഗ്. ഈ ഒരു പ്ലാന്റ് ഓപ്പൺ ഷാലിംഗ് കാക്ടസ് കാറ്റഗറിയിൽ പെടുന്ന ഈ ഒരു പ്ലാന്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അവിടെ എന്ത് സംഭവിച്ചു? വൈഡ് സ്പ്രെഡ് നടന്നു അല്ലെ. വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ നടന്നു. അതെന്തുകൊണ്ടാണ് അവിടെ വൈഡ് സ്പ്രെഡ് നടന്നത്? ഈ ഒരു ഓർഗാനിസത്തെ കൺസ്യൂം ചെയ്യാനുള്ള ഒരു നാച്ചുറൽ പ്രിഡേറ്റേഴ്സ് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇല്ലാത്തത് കൊണ്ടായിരുന്നു. പിന്നീട് അതിന്റെ ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാനായിട്ട് അവിടേക്ക് എന്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു? കാക്ടസ് ഫീഡിംഗ് പ്രിഡേറ്റർ മോത്തിനെ. കാക്ടസ് ഫീഡിംഗ് പ്രിഡേറ്റർ മോത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം അവിടെ കൺട്രോൾ ചെയ്തത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഏതാണ്? പ്രിഡേറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്. ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡിൽ നമ്മൾ പ്രിഡേറ്റേഴ്സിനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് മെയിൻറ്റെയിൻസ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി in a community by reducing competition among prey species.
ഇനി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഒരു പ്രേ ഡിഫൻസ് മെക്കാനിസം ആണ്. ഇൻസെക്റ്റുകളിലും ഫ്രോഗ്സിലൊക്കെ കാണുന്ന ഒരു പ്രേ ഡിഫൻസ് മെക്കാനിസം ആണ് കമോഫ്ലേജ് എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ എൻവയോൺമെന്റുമായിട്ട് ഇത് മാച്ച് ചെയ്ത് വരികയും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഓർഗാനിസത്തിനെ അതിന്റെ പ്രിഡേറ്റർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരികയും ആ ഓർഗാനിസം അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു അല്ലെ. ആ ഒരു കണ്ടീഷനാണ് കമോഫ്ലേജ് എന്ന് പറയുന്നത്. നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് കമോഫ്ലേജ്ഡ് ഫ്രോഗ്, അതുപോലെ തന്നെ ലീഫ് ഇൻസെക്ട്. അതുപോലെ തന്നെ അടുത്തൊരു ഡിഫൻസ് മെക്കാനിസം ആണ് മൊണാർക്ക് ബട്ടർഫ്ലൈ ഈസ് ഹൈലി ഡിസ്റ്റേസ്റ്റ്ഫുൾ ഇറ്റ്സ് പ്രെഡേറ്റർ ബട്ട് എ സ്പെഷ്യൽ കെമിക്കൽ ഇൻ ഇറ്റ്സ് ബോഡി ഇറ്റ് ഈസ് അക്വയർഡ് ഡ്യൂറിംഗ് ഇറ്റ്സ് കാറ്റർപില്ലർ സ്റ്റേജ് ബൈ ഫീഡിംഗ് ഓൺ എ പോയിസണസ് വീഡ് അല്ലെ. അപ്പൊ ഈ പറയുന്ന മൊണാർക്ക് ബട്ടർഫ്ലൈ ആര് കൺസ്യൂം ചെയ്തില്ല? പ്രിഡേറ്റർ കൺസ്യൂം ചെയ്തില്ല. അതിനുള്ള കാരണം എന്താണ്? അതിന്റെ ബോഡിയിലുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അത് അക്വയർ ചെയ്യുന്നത് അതിന്റെ കാറ്റർപില്ലർ സ്റ്റേജിലായിരിക്കും ബൈ ഫീഡിംഗ് ഓൺ എ പോയിസണസ് വീഡ് അല്ലെ. പോയിസണസ് വീടുകളെ കൺസ്യൂം ചെയ്യുന്നത് വഴി ഈ ഒരു ബട്ടർഫ്ലൈന്റെ കാറ്റർപില്ലർ സ്റ്റേജിൽ ആ ഒരു കെമിക്കൽ ആ ബോഡിയിലേക്ക് അക്വയർ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രിഡേറ്റഡ് ബേർഡുകളും എന്തിനെ കൺസ്യൂം ചെയ്യത്തില്ല? ഈ ഒരു മൊണാർക്ക് ബട്ടർഫ്ലൈനെ കൺസ്യൂം ചെയ്യത്തില്ല. അങ്ങനെയും ആ ഒരു ഓർഗാനിസം അതിന്റെ പ്രിഡേറ്ററിൽ നിന്ന് സ്വയം രക്ഷപ്പെടുന്നുണ്ട്. Then another one is thorns. Most common morphological means of defense of plants. Acacia, cactus പോലുള്ള പ്ലാന്റ്സുകളിൽ തോൺസ് എന്ന് പറയുന്നത് ആ ഒരു പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ആണ് തോൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ many plants produce chemical that make the herbivore sick, inhibit feeding or digestion, disrupts its reproduction or kill it. ചില പ്ലാന്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസുകൾ അത് ഹെർബിവോറസ് ഓർഗാനിസത്തിന് പലതരത്തിലുള്ള പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിന്റെ ഡെത്തിന് കാരണമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ കലോട്രോപ്പിസ്. ഈ ഒരു പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എരിക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കലോട്രോപ്പിസ് പ്ലാന്റ്. ദിസ് പർട്ടിക്കുലർ പ്ലാന്റ് പ്രൊഡ്യൂസ് പോയിസണസ് കാർഡിയ ഗ്ലൈക്കോസൈഡ്സ്. കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്ന ഒരു പോയിസണസ് സബ്സ്റ്റൻസ് ഈ ഒരു പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദ കാറ്റിൽ ഓർ goats do not eat it. അതുകൊണ്ട് തന്നെ കാറ്റിൽസുകൾ ഒന്നും ഇതിനെ കൺസ്യൂം ചെയ്തില്ല. അത് കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു ഓർഗാനിസത്തിന്റെ ഡെത്തിന് കാരണമാകുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ ആണ് ആ ഒരു ഓർഗാനിസത്തിന്റെ ഡെത്തിന് കാരണമാകുന്നത്. അതുപോലെ തന്നെ നിക്കോട്ടിൻ, കഫീൻ, ക്വനൈൻ, സ്ട്രൈക്നൈൻ, ഓഫിയം എക്സെട്ര ആർ ഡിഫൻസസ് അഗെയിൻസ്റ്റ് ഗ്രേസേഴ്സ് ആൻഡ് ബ്രൗസേഴ്സ്. സോ അപ്പൊ ഈ പറഞ്ഞതൊക്കെ എന്താണ്? പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണ്. പ്രെഡേറ്ററിൽ നിന്ന് പ്രേക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള പലതരത്തിലുള്ള മെത്തേഡുകളാണ് നമ്മൾ ഈ പഠിച്ചതൊക്കെ. ഇനി നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് അടുത്ത ഒരു ഇന്ററാക്ഷൻ ആണ് കോമ്പറ്റീഷൻ. What is competition? It is a process in which fitness of one species is significantly lower in presence of another species. അല്ലെ, രണ്ട് സ്പീഷീസുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അല്ലെങ്കിൽ രണ്ട് സ്പീഷീസുകൾ തമ്മിൽ കോമ്പീറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഓർഗാനിസത്തിനും അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹാം ആണ് സംഭവിക്കുന്നത് അല്ലെ. അവിടെ രണ്ടിനും നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. So we can say that it is the process in which fitness of one species is significantly lower in presence of another species. There are two types of competition: interspecific competition and intraspecific competition. What is interspecific competition? Competition between the individuals of different species. അല്ലെ, ആ ഒരു ഹാബിറ്റാറ്റിലുള്ള സോഴ്സിന് വേണ്ടി ഡിഫറെന്റ് സ്പീഷീസുകൾ തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. എന്താ വിളിക്കുന്നത്? ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. It is a potent force in organic evolution. Competition occurs when closely related species compete for the same limited resources. അല്ലെ, കോമ്പറ്റീഷൻ നടക്കുന്നത് ഒരേപോലെയുള്ള സ്പീഷീസുകളിലാണെങ്കിൽ, സെയിം റിസോഴ്സസിന് വേണ്ടിയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷൻ. എന്താ വിളിക്കുന്നത്? ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷൻ. അപ്പൊ രണ്ട് ടൈപ്പ് കോമ്പറ്റീഷനുകളാണ് പറഞ്ഞത്. വൺ ഈസ് കോൾഡ് ഇന്റർസ്പെസിഫിക് കോമ്പറ്റീഷൻ, അനദർ വൺ ഈസ് കോൾഡ് ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷൻ. ഇന്റർസ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹാബിറ്റാറ്റിലെ സെയിം റിസോഴ്സസിന് വേണ്ടി ഡിഫറെന്റ് സ്പീഷീസുകൾ കോമ്പീറ്റ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസ്പെസിഫിക് കോമ്പറ്റീഷൻ. ഇനി റിലേറ്റഡ് സ്പീഷീസുകൾ, ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസുകൾ സെയിം റിസോഴ്സസിന് വേണ്ടി, ലിമിറ്റഡ് റിസോഴ്സസിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? അതുപോലെ തന്നെ അൺറിലേറ്റഡ് സ്പീഷീസും എന്ത് ചെയ്യുന്നുണ്ട്? റിസോഴ്സിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഫ്ലമിംഗോസ് ആൻഡ് ഫിഷസ് ഇൻ സം ഷാലോ സൗത്ത് അമേരിക്കൻ ലേക്സ് കോമ്പീറ്റ് ഫോർ സൂപ്ലാങ്ക്ടൺ. അതിന്റെ രണ്ടിന്റെയും ഫുഡ് എന്ന് പറയുന്നത് സൂപ്ലാങ്ക്ടൺ ആണ് ആ ലേക്കിലുള്ളത്. അപ്പൊ സെയിം റിസോഴ്സസിന് വേണ്ടി രണ്ട് ഡിഫറെന്റ് സ്പീഷീസുകൾ കോമ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ
competition occurs in abundant resources also. Example, in interference competition, the feeding efficiency of one species is reduced due to the presence of other species. വേറൊരു സ്പീഷീസിന്റെ പ്രസൻസിൽ അവിടെയുള്ള മറ്റ് സ്പീഷീസിന്റെ ഫീഡിംഗ് എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈവൻ ഇഫ് റിസോഴ്സസ് ആർ അബണ്ടന്റ്. ദാറ്റ് ഈസ് കോൾഡ് ഇന്റർഫിയറൻസ് കോമ്പറ്റീഷൻ. ഇനി നമുക്ക് കോമ്പറ്റീഷൻസിന്റെ ചർച്ച എവിഡൻസ് ആണ് പഠിക്കാനുള്ളത്. വൺ ഓഫ് ദ എക്സാമ്പിൾ, അബിംഗ്ഡോൺ ടോർട്ടോയ്സ് ഇൻ ഗാലപ്പാഗോസ് ഐലൻഡ് became extinct within a decade after goats were introduced on the island. അവിടേക്ക് ഗോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ ഒരു ഗലപ്പാഗോ ഐലൻഡിലെ അബിംഗ്ഡോൺ ടോർട്ടോയ്സ് എക്സ്റ്റിൻക്ട് ചെയ്തു. അതിനുള്ള കാരണം എന്താണ്? ഡ്യൂ ടു ഗ്രേറ്റർ ബ്രൗസിംഗ് എഫിഷ്യൻസി ഓഫ് ദ ഗോട്ട്. ദാറ്റ് ഈസ് ദ റീസൺ വൈ ദാറ്റ് പർട്ടിക്കുലർ അബിംഗ്ഡോൺ ടോർട്ടോയ്സ് ഇൻ ഗലപ്പാഗോസ് ഐലൻഡ് become extinct from that particular area. സോ ഇതൊരു എവിഡൻസ് ആണ് കോമ്പറ്റീഷന്റെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ഇഫ് ടു ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കോമ്പീറ്റിംഗ് ഫോർ ദ സെയിം റിസോഴ്സസ് cannot coexist indefinitely and the competitively inferior one will be eliminated eventually. അല്ലേ, രണ്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസം സെയിം റിസോഴ്സസിന് വേണ്ടി അവിടെ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻഫീരിയർ ആയിട്ടുള്ള ഓർഗാനിസം എന്ത് ചെയ്യപ്പെടും? എലിമിനേറ്റ് ചെയ്യപ്പെടും. This may be true in limited resources but not otherwise. നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ആ ഒരു ലിമിറ്റഡ് റിസോഴ്സസിൽ ഈ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. രണ്ട് ഓർഗാനിസം സെയിം റിസോഴ്സസിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇൻഫീരിയർ വൺ ആയിരിക്കും അവിടെ എലിമിനേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ദ ഫിറ്റസ്റ്റ് വൺ വിൽ സർവൈവ്, അൺഫിറ്റ് വൺ വിൽ റിമൂവ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ദാറ്റ് ഈസ് ദ ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോമ്പറ്റീഷനെ കുറിച്ചാണ്. ഇനി കോമ്പറ്റീഷൻ നടക്കാതെ അവിടെയുള്ള റിസോഴ്സുകൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സുമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് റിസോഴ്സ് പാർട്ടീഷനിങ്. It is the division of limited resources by species to avoid competition. For this, they choose different feeding times or different foraging pattern. Example, Mark Arthur showed that 5 closely related species of warblers living on a tree could avoid competition and coexist due to behavioral differences in their foraging activity. ഈ തന്നിരിക്കുന്ന ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള 5 വാബ്ലേഡ് സ്പീഷീസ് അതിന്റെ ഫുഡ് കണ്ടെത്തുന്നത് ഈ ഒരു പ്ലാന്റിൽ നിന്നാണ്. എന്നാൽ അത് 5 ഓർഗാനിസവും പരസ്പരം കോമ്പീറ്റ് ചെയ്യാതെ അവിടെ എന്താ ചെയ്യുന്നത്? അവിടെയുള്ള റിസോഴ്സുകൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് റിസോഴ്സ് പാർട്ടീഷനിങ്. Then another one type of the interaction, parasitism. What is parasitism? Here the two organisms are involved. One of the organisms get benefit, that is the parasite, and the other get harm, that is the host. So the many parasites are host specific. They tend to co-evolve. If the host evolves special mechanism against the parasite also evolves mechanisms to counteract them to remain with the same host. These are the different type of parasite. Cuscuta, head louse, these all are the parasites. The parasites adaptive features are they don't have any sense organ, or we can say that loss of sense organs, then presence of adhesive organs or suckers to cling on to the host, then loss of digestive system, high reproductive capacity. These all are the adaptive features of parasite. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സുവോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. So the parasite affect the host in various ways. They reduce the survival, population density, growth and reproduction of host. They may make the host physically weak and more vulnerable to predation. ആ ഒരു പാരസൈറ്റ് ഹോസ്റ്റിൽ ജീവിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ ഒരു ഹോസ്റ്റിന് അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. പാരസൈറ്റിന് ബെനിഫിറ്റും ഹോസ്റ്റിന് അവിടെ എന്താണ് ഹാംഫുള്ളുമാകുന്ന ഒരു കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്? പാരസൈറ്റിസം എന്ന് പറയുന്നത്. Some of the parasite, their life cycle is very complex. Example, human liver fluke. It depends on 2 intermediate hosts. One is snail and fish to complete its life cycle. Human liver fluke അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 2 ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. One is snail and another one is fish. അതുപോലെ തന്നെ malarial parasite need mosquito to spread to other hosts. ആ ഒരു malarial parasite ഏതാണ്? malarial parasite നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. Plasmodium vivax എന്ന് പറയുന്ന ആ ഒരു malarial parasite എങ്ങനെയാണ് ഹോസ്റ്റിലേക്ക് എത്തിച്ചേരുന്നത്? ത്രൂ വെക്ടർ. ഹിയർ ദ വെക്ടർ ഈസ് അനോഫിലസ് ഫീമെയിൽ മസ്കിറ്റോ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ?
അതുപോലെ തന്നെ പാരസൈറ്റിനെ രണ്ട് ടൈപ്പ് പാരസൈറ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എക്ടോ പാരസൈറ്റ് ആൻഡ് എൻഡോ പാരസൈറ്റ്. എക്ടോ പാരസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോസ്റ്റിന്റെ സർഫസിൽ നിന്ന് അതിന്റെ ന്യൂട്രിയൻസ് കണ്ടെത്തുന്ന പാരസൈറ്റുകൾ അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന പാരസൈറ്റുകളെ വിളിക്കുന്ന പേരാണ് എക്ടോ പാരസൈറ്റ്. എക്സാമ്പിൾ ഹ്യൂമൻ ലൈസ്, ticks on dogs, then cuscuta. Then another one is endoparasite. What is endoparasite? This parasite derive the nutrient from the body of the host organism or from inside the host organism. Such a type of parasite is called endoparasite. Example roundworm, tapeworm, human liver fluke. Another one of the parasitism that found in birds, that is very important parasitism, that is called a brood parasitism in birds. What is called brood parasitism in birds? Here the parasitic bird lay eggs in the nest of its host and lets the host incubate them. ഇവിടെ parasitic bird അതിന്റെ egg എവിടെ lay ചെയ്യുന്നു? ആ ഒരു ഹോസ്റ്റിന്റെ നെസ്റ്റിൽ lay ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ഹോസ്റ്റിന്റെ കൂട്ടില് ആ ഒരു ബേർഡ് എന്ത് ചെയ്യുന്നു? അതിന്റെ egg lay ചെയ്യുന്നു. During evolution, eggs of the parasitic bird have evolved to resemble the host eggs in size and color. അല്ലേ? അപ്പോൾ ആ ഒരു പാരസൈറ്റിക് ബേർഡ് നോക്കുമ്പോൾ ആ എഗ് എങ്ങനെയാണ്? സൈസ് വെച്ചും കളർ വെച്ചൊക്കെ ഏകദേശം ഒരുപോലെയാണ്. സോ ദ ഹോസ്റ്റ് ബേർഡ് cannot detect and eject the foreign egg easily. അതിന് പെട്ടെന്ന് ആ ഒരു ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു പാരസൈറ്റിസത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ബ്രൂഡ് പാരസൈറ്റിസം. One of the example for the brood parasitism between cuckoo and crow. അല്ലേ? കുയില് കാക്കക്കൂട്ടിൽ മുട്ടയിടുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ബ്രൂഡ് പാരസൈറ്റിസത്തിന് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ പലതരത്തിലുള്ള ഇന്ററാക്ഷനുകളാണ്. Is it clear? Then another one type of the interaction, commensalism. What is commensalism? It is a type of ecological interaction. Here two species are involved. One of the species get benefit, other is unaffected. ഒരാൾക്ക് ഗുണമുണ്ടായി, എന്നാൽ മറ്റൊരു സ്പീഷീസിന് അത് ഗുണവും ദോഷവും ഉണ്ടായില്ല, അതായത് അൺഅഫക്റ്റഡ്. സച്ച് എ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ഈസ് കോൾഡ് എ commensalism. എക്സാമ്പിൾ ഓർക്കിഡ് പ്ലാന്റ്സ് ഗ്രോയിങ് ആസ് എപ്പിഫൈറ്റ് ഓൺ മാംഗോ ബ്രാഞ്ച്. ഓർക്കിഡ് പ്ലാന്റ്സുകൾ കണ്ടിട്ടുണ്ടാകും. ആ ഒരു ഓർക്കിഡ് പ്ലാന്റ്സുകൾ ഗ്രോ ചെയ്യുന്നത് എവിടെയാണ്? മാംഗോ പ്ലാന്റുകളുടെയൊക്കെ ബ്രാഞ്ചുകളിൽ എന്ത് ഗ്രോ ചെയ്യപ്പെടുന്നുണ്ട്? ഓർക്കിഡ് പ്ലാന്റുകൾ ഗ്രോ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഓർക്കിഡ് പ്ലാന്റുകൾ ഈ ഒരു മാംഗോ പ്ലാന്റിൽ ഗ്രോ ചെയ്യുന്നത് കൊണ്ട് ഓർക്കിഡ് പ്ലാന്റിന് എന്താണ്? ഒരു ഷെൽട്ടർ ആണ് ലഭിച്ചിരിക്കുന്നത്, എന്നാൽ അത് മാംഗോ പ്ലാന്റിനെ അഫക്ട് ചെയ്യുന്നുമില്ല. അത്തരത്തിലുള്ള ഒരു ഇന്ററാക്ഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? commensalism എന്ന് വിളിക്കുന്നത്. Then another one, barnacles growing on back of a way. One of the example, cattle and grazing cattle. Cattle egret എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ലെഗ്ഡ് ഫ്രഷ് വാട്ടർ ബേർഡ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കാറ്റൽ ഇഗ്രറ്റ് എന്ന് വിളിക്കുന്നത്. കാറ്റൽ ഇഗ്രറ്റും ഗ്രേസിംഗ് കാറ്റലും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്താണ്? ഒരു commensalismത്തിന് എക്സാമ്പിൾ ആണ്. The egret forages close to where the cattle are grazing. ഈ പറയുന്ന ഇഗ്രറ്റ് എവിടെ വന്ന് നിൽക്കും? ഈ കാറ്റിൽ ഗ്രേസ് ചെയ്യുന്ന ഭാഗങ്ങൾ വന്ന് നിൽക്കുകയും കാറ്റിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉള്ള ഇൻസെക്റ്റുകൾ എന്ത് ചെയ്യപ്പെടും? പെട്ടെന്ന് പുറത്തേക്ക് വരികയും ചെയ്യും. അങ്ങനെ പുറത്തേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് അതിനെന്ത് കിട്ടുന്നുണ്ട്? അതിനെ കൺസ്യൂം ചെയ്യാനായിട്ട് ഇഗ്രറ്റിന് പറ്റുന്നുണ്ട്. എന്നാൽ അവിടെ ആ ഇഗ്രറ്റിന് ബെനിഫിറ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്, എന്നാൽ കാറ്റിന് അവിടെ ഗുണവും ദോഷവും ഉണ്ടായിട്ടുണ്ട്. This cattle is not grazing here. What will happen? It's very difficult to find out the insect and catch the insect from that particular area. ഈ ഒരു കേസില് കാറ്റിൽ ഇഗ്രറ്റിന് ബെനിഫിറ്റും ഗ്രേസിംഗ് കാറ്റിന് എങ്ങനെയാണ്? അൺഅഫക്റ്റഡുമാണ്. അപ്പോൾ അതിനെ എന്ത് വിളിക്കാം? commensalism എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ, sea anemone and clownfish. sea anemone and clownfish. ഇതാണ് clownfish, ഇത് sea anemone ആണ്. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ stinging tentacle of the sea anemone gives protection to fish from predator. ഈ ഫിഷിനെ അതിന്റെ predators-ൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന stinging tentacle, sea anemoneന്റെ stinging tentacles സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫിഷിന് പ്രൊട്ടക്ഷൻ ആയി, എന്നാൽ അത് sea anemone-നെ അഫക്ട് ചെയ്തിട്ടുമില്ല. So these are the different examples of commensalism. അപ്പോൾ commensalismത്തിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഓർക്കിഡ് പ്ലാന്റ് ഗ്രോയിങ് ഓൺ മാംഗോ tree, barnacles growing on back of a way, cattle egret and grazing cattle, sea anemone and clownfish. ഇതൊക്കെ എന്താണ്? commensalismത്തിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത ടൈപ്പ് ഇന്ററാക്ഷൻ ആണ്, that is called mutualism or symbiosis. The mutual interaction between two organisms. Here both of the organisms get
benefit. It is a symbiotic association between two organisms that is called a lichen. It is a mutualistic relationship between fungus and a photosynthesizing algae or cyanobacteria that is called a lichen. നമ്മൾ പഠിച്ചത് algal component is called phycobion and the fungal component is called a mycobion. So that is an example for mutualism. Then another one of the example for mutualism, mycorrhizal association between fungi and the roots of higher plant, that is called the mycorrhizal association. The fungi help the plant in the absorption of essential nutrient from the soil while the plant provide the fungi with the carbohydrate. അല്ലേ, ആ ഒരു പ്ലാന്റ് ഫോട്ടോസിന്തസിസിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന കാർബോഹൈഡ്രേറ്റിന് ആർക്ക് നൽകുന്നു? ഫംഗൈക്ക് നൽകുകയും ആ ഫംഗൈ ആ പ്ലാന്റിന് വേണ്ട എന്ത് നൽകുകയും ചെയ്യുന്നു? സോയിലിൽ നിന്നുള്ള എസെൻഷ്യൽ എലമെന്റുകളെ അബ്സോർബ് ചെയ്യാനായിട്ട് ഫംഗൽ ഹൈഫ സഹായിക്കുകയും ചെയ്യുന്നു. So here there is a mutual relationship between the two organisms that is called mycorrhiza. അപ്പോൾ lichen, mycorrhiza'യ്ക്ക് എന്തിന് എക്സാമ്പിളുകളാണ്? മ്യൂച്വലിസത്തിന് എക്സാമ്പിളുകളാണ്, അല്ലെങ്കിൽ സിംബയോസിസിന് എക്സാമ്പിളുകളാണ്. These are the lichen. This is the mycorrhizal association. Mycorrhizal association നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? ജിംനോസ്പേം പ്ലാന്റുകളിലൊക്കെ നമ്മൾ mycorrhizal association പഠിച്ചിട്ടുണ്ട്. മ്യൂച്വലിസത്തിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് ഇനി പറയാൻ പോകുന്നത്. മ്യൂച്വലിസം ബിറ്റ്വീൻ പ്ലാന്റ് ആൻഡ് ആനിമൽ ത്രൂ പോളിനേഷൻ ആൻഡ് സീഡ് ഡിസ്പേർഷൻ. ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ ആണ് ഫിഗ് ട്രീസും വാസ്പും. ഫിഗ് ട്രീസ് അറിയാലോ, അത്തിപ്പഴം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ വാസ്പ് കടന്നൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഓർഗാനിസം. Here the fig species is pollinated only by its partner wasp species and no other species. Here the female wasp pollinate the fig inflorescence while searching for suitable egg laying site in fruits. അപ്പൊ ഈ ഒരു ഫിഗ് ട്രീസിന്റെ അകത്തായിട്ടാണ് എന്ത് ലേ ചെയ്യുന്നത്? ഈ വാസ്പ് അതിന്റെ എഗ് ലേ ചെയ്യുന്നത്. അങ്ങനെ എഗ് ലേ ചെയ്യുന്നത് വഴി അവിടെ എന്ത് സംഭവിച്ചു? ആ ഒരു ഫ്ലവറിനെ അല്ലെങ്കിൽ ആ ഒരു ഫിഗ് ട്രീ പോളിനേറ്റ് ചെയ്യപ്പെട്ടു. ഇനി പകരം ആ ഒരു ഫിഗ് ട്രീ ആ വാസ്പിന് എന്താണ് ഓഫർ ചെയ്യുന്നത്? The fig offered the wasp some developing seed as food for the wasp larvae. അപ്പൊ ഇതിന്റെ അകത്ത് ആ വാസ്പ് വന്ന് അതിന്റെ എഗ് ലേ ചെയ്തിട്ടുണ്ട്. അതുവഴി ഈ പറയുന്ന പ്ലാന്റ് പോളിനേറ്റ് ചെയ്യപ്പെട്ടു. ഇനി പകരം ഈ പറയുന്ന പ്ലാന്റ് ആ വാസ്പിന് എന്ത് ഹെൽപ്പാണ് അവിടെ ചെയ്തു കൊടുക്കുന്നത്? അതിന്റെ ലാർവ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ന്യൂട്രിയൻസ് എവിടെ നിന്ന് കിട്ടും? ഈ പറയുന്ന ഫിഗ് ട്രീയിൽ നിന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർഗാനിസം. ഈസ് ഇറ്റ് ക്ലിയർ? മ്യൂച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർഗാനിസം. അപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ഫിഗ് ട്രീസും വാസ്പും. Then another one of the example, orchid plants. Orchid show diversity of floral pattern. പലതരത്തിലുള്ള ഫ്ലോറൽ പാറ്റേണുകൾ എന്ത് കാണിക്കുന്നുണ്ട്? ഓർക്കിഡ് പ്ലാന്റ്സുകൾ കാണിക്കുന്നുണ്ട്. They attract the right pollinator insect to ensure pollination. പോളിനേഷൻ നടക്കാനായിട്ട് കറക്റ്റ് പോളിനേറ്റേഴ്സിനെ മാത്രമായിരിക്കും അത് അട്രാക്ട് ചെയ്യുന്നത്. Another one of the example for mutualism between plant animal through pollination and seed dispersion, that is sexual desist of ovaries. ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഓർക്കിഡ് പ്ലാന്റ്സ് ആണ്, മെഡിറ്ററേനിയൻ ഓർക്കിഡ് പ്ലാന്റ്സ് ആണ്. ഓഫ്രീസ് എന്നറിയപ്പെടുന്നത്. One petal of its flower resembles female bee in size, color and marking. ഈ ഒരു ഫീമെയിൽ ബീയിന്റെ അതേ സൈസും അതേ കളറും അതേ മാർക്കിങ്ങും ആയിരിക്കും എന്തിന് കാണപ്പെടുന്നത്? ഈ പറയുന്ന ഓഫ്രിസ് എന്ന് പറയുന്ന ഓർക്കിഡിന്റെ ഒരു പെറ്റലിന് കാണപ്പെടുന്നത്. സോ മെയിൽ ബീ സ്യൂഡോകോപ്പുലേറ്റ് വിത്ത് ദ ഫ്ലവർ ആൻഡ് ഇറ്റ്സ് ഡസ്റ്റഡ് വിത്ത് പോളൻ. ഈ ഒരു പെറ്റല് ഫീമെയിൽ ബീയുടെ ഒരു സ്ട്രക്ചറുമായിട്ട് മാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ മെയിൽ ബി അവിടെ സ്യൂഡോകോപ്പുലേറ്റ് ചെയ്യുന്നു. എന്തുമായിട്ട്? ആ ഒരു ഫ്ലവറിനെ സ്യൂഡോകോപ്പുലേറ്റ് ചെയ്യുകയും അങ്ങനെ അവിടെ ആ ഒരു പോളൻ ഡസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. After that this bee is pseudocopulate with another flower, it transfer the pollen to it. അങ്ങനെ ആ ഒരു പോളൻ അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. The female bee color pattern change slightly during evolution. Pollination success will be reduced unless the orchid flower co-evolves to maintain the resemblance of its petal to the female bee. അല്ലേ, ഈ ഒരു ഫീമെയിൽ ഫ്ലവറിന്റെ കളർ നോക്കുക. ഈ ഒരു കളർ അങ്ങോട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ മെയിൽ ബി അതിനെ അട്രാക്ട് ചെയ്യത്തുമില്ല, അവിടെ സ്യൂഡോകോപ്പുലേഷൻ നടക്കത്തുമില്ല, പോളിനേഷൻ സാധ്യത കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പെറ്റലിന്റെ റിസംബ്ലൻസ് ഉള്ളത് കൊണ്ടാണ് അവിടെ ആ ഒരു മ്യൂച്വലിസം നടന്നിരിക്കുന്നത്. ആ മ്യൂച്വലിസത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? സെക്ഷുവൽ ഡെസിറ്റ് എന്ന് പറയുന്നത്. അത് എവിടെയാണ് കാണപ്പെടുന്നത്? ഓഫ്രിസ് എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഓർക്കിഡിലാണ് അത് കാണപ്പെടുന്നത്. അതിനുള്ള കാരണം ആ ഒരു ഓർക്കിഡിന്റെ ഒരു പെറ്റല് ഫീമെയിൽ ബീയുടെ കളറുമായിട്ട് സാമ്യമുള്ളതുകൊണ്ടാണ്. കളറിലും സൈസിലും മാർക്കിങ്ങിലൊക്കെ ഫീമെയിൽ ബീയുമായിട്ട് സിമിലാരിറ്റി ഉള്ളത് കൊണ്ടാണ് അവിടെ ഒരു സെക്ഷുവൽ ഡെസിറ്റ് നടന്നത്. അതുവഴി അവിടെ മെയിൽ ബി സ്യൂഡോകോപ്പുലേറ്റ് ചെയ്യുകയും പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. The next type of ecological interaction, that is called Amensalism. What is Amensalism? Here also two species are interact each other
one of the species get harm, other is unaffected, that is called Amensalism. അതായത് ഒരു ഓർഗാനിസത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ മറ്റു ഓർഗാനിസത്തിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ഇക്കോളജിക്കൽ ഇന്ററാക്ഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അമെൻസാലിസം എന്ന് വിളിക്കുന്നത്. Example, a mold Penicillium secrete penicillin which kill the bacteria but the mold is unaffected. That is the example for Amensalism. ഇവിടെ പെൻസിലിയം നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പെൻസിലിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് ബാക്ടീരിയകളെ അവിടെ നശിപ്പിക്കാൻ പറ്റുന്നുണ്ട്. സോ അവിടെ ബാക്ടീരിയക്ക് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഒരു ഹാം ആണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ, ബാക്ടീരിയനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു മൗൾഡ്, ആ ഒരു പെൻസിലിയത്തിനെ അത് അഫക്ട് ചെയ്തിട്ടില്ല. Such a type of interaction is called Amensalism. Is it clear? So these all are the different type of ecological interaction. In this interaction, some of the organisms get benefit, some of them get harm, some of them is unaffected. Is it clear? അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഓർഗാനിസം എന്താണെന്നും ഓർഗാനിസം എബയോട്ടിക് ഫാക്ടറുകളുമായിട്ട് എങ്ങനെ കോപ്പ് ചെയ്യുന്നുവെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം പോപ്പുലേഷൻ എന്താണെന്നും പോപ്പുലേഷന്റെ ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയാണെന്നും പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താണെന്നും 2 ടൈപ്പ് പോപ്പുലേഷൻ ഗ്രോത്ത് ഫോമുകളെ കുറിച്ചും അവസാനം ഇക്കോളജിക്കൽ ഇന്ററാക്ഷനുകളെ കുറിച്ചും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. Is it clear?